നിയമസഭയിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി സർക്കാരിൻ്റെ ഐശ്വര്യമായിട്ട് മാറരുത് എന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ്റെ അഭ്യർത്ഥന. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി സഭയിലെത്താൻ പാടില്ല. വായിലാക്കുന്നിലപ്പനായി സഭയിലിരുന്നിട്ട് എന്ത് കാര്യമെന്നും കെ മുരളീധരൻ ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഇനി സഭയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതാണ് എൻ്റെ അഭിപ്രായം. കാരണം വന്നാൽ അറ്റൻഷൻ അതിലേക്ക് പോകും. ഇപ്പോൾ പ്രതിപക്ഷം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക സർക്കാരിനെതിരെ. പ്രതിപക്ഷത്തിൻ്റെ അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തണമെന്ന് അദ്ദേഹം തീരുമാനിക്കുക. അദ്ദേഹം പിണറായി സർക്കാരിൻ്റെ ഒരുപാട് മർദ്ദനങ്ങളേറ്റ ആളാണല്ലോ. അങ്ങനെ ഒരു വ്യക്തി തന്നെ പിണറായി സർക്കാരിൻ്റെ ഒരു ഐശ്വര്യമായിട്ട് മാറരുത്. പോലീസ് മർദ്ദനങ്ങളിൽ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ദുർബലമെന്ന് കെ മുരളീധരൻ. സ്വാതന്ത്ര്യ സമരവും റഷ്യൻ വിപ്ലവവും പറഞ്ഞതല്ലാതെ മറ്റു വിഷയങ്ങൾ പറഞ്ഞില്ല. പോലീസിൽ നടക്കുന്ന പല കാര്യങ്ങളും മുഖ്യമന്ത്രി അറിയുന്നില്ലെന്നും കെ മുരളീധരൻ പറയുന്നു. ഒരു ദിവസം ഒരു 5-10 ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ കേരളത്തിൽ കാണാൻ കഴിയുന്നത്. പോലീസിൽ നടക്കുന്ന പല കാര്യങ്ങളും മുഖ്യമന്ത്രി അറിയുന്നില്ല. പോലീസിലൊരു ഉപജാപ സംഘമുണ്ട്. പൂരം കലയ്ക്ക് അജിത് കുമാറിനെ പോലുള്ളവരാണ് ഈ ഉപജാപ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് പോലീസിൽ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് അറിയില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജീവ് വിവരങ്ങളുമായി ചേരുകയാണ്. സൂരജ്, ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ മന്ത്രിസഭയുടെ ഐശ്വര്യം എന്ന് വരാൻ പാടില്ലെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ഈ നിയമസഭ തുടങ്ങിയ ആദ്യ ദിനം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് എത്തുന്നു. പിന്നീട് ഈ ശ്രദ്ധ മുഴുവൻ രാഹുലിലേക്ക് കേന്ദ്രീകരിക്കുന്നു. വരും ദിവസങ്ങളിൽ രാഹുൽ എത്തിയാൽ പിന്നീട് ഈ സർക്കാരിന്റെ ഒരു ഐശ്വര്യമായി രാഹുൽ മാറും എന്നുള്ളതാണ് കെ മുരളീധരൻ പറയുന്നത്. സ്വാഭാവികമായും രാഹുൽ സഭയ്ക്കകത്തേക്ക് എത്തിയാൽ രാഹുൽ സഭയിൽ എത്തിയതൊക്കെയാകും ഈ ചർച്ചയായി മാറുക. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി രാഹുൽ ഇനി നിയമസഭയിലേക്ക് വരേണ്ടതില്ല എന്ന് പരസ്യമായി തന്നെ പറയുകയാണ് കെ മുരളീധരൻ. രഹസ്യമായി പല നേതാക്കളും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇനി സഭയിൽ എത്തരുത് എന്ന് നിർദ്ദേശം നൽകിയതാണ്. അതോടൊപ്പം തന്നെ ഈ സഭ തുടങ്ങുന്ന വേളയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം അത്തരമൊരു നിലപാടെടുത്തിരുന്നു. പക്ഷേ ആ നിലപാടെല്ലാം ലംഘിച്ചുകൊണ്ടായിരുന്നു ആദ്യ ദിനം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയത്. പക്ഷേ ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് മുരളീധരൻ പരസ്യമായി തന്നെ രാഹുൽ ഇനി സഭയിൽ എത്തരുത് എന്ന് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം രൂക്ഷ വിമർശനമാണ് രാഹുലിനെതിരെ നടത്തിയത്. വായില്ലാ കുന്നിലപ്പനെ പോലെ, പറയുന്ന പന്തിരകുലത്തിലെ വായില്ലാ കുന്നിലപ്പനെ പോലെ സഭയിൽ വന്നിരുന്നുകൊണ്ട് ഒരു കാര്യവുമില്ല. പിണറായി സർക്കാരിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിക്കുന്ന സമയമാണ്. പിണറായി സർക്കാരിന്റെ പോലീസ് വേട്ടയ്ക്ക് ഇരയായ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ വേളയിൽ രാഹുൽ സഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ഉചിതമെന്നും കെ മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് മർദ്ദനത്തിലും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് കെ മുരളീധരൻ ഉയർത്തിയത്. ഇന്നലെ സഭയിൽ നൽകിയ മറുപടി തീർത്തും ദുർബലമാണ് എന്നുള്ളതാണ് മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിലെ വിഷയങ്ങൾ ചർച്ച ചെയ്തില്ല. പകരം സ്വാതന്ത്ര്യ സമരവും റഷ്യൻ വിപ്ലവവും ഒക്കെ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നുകൂടി കെ മുരളീധരൻ വിമർശിക്കുകയുണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.